നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ ക്രിക്കറ്റ് ടൂർണമെന്റിന് വ്യാഴാഴ്ച തുടക്കമാകും. വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിന് കൊടിയേറി. തളിക്കുളത്തെ റോഡ് തകർച്ചയ്ക്കെതിരെ കോൺഗ്രസ് വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകര വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ രാധേട്ടൻ മെമ്മോറിയൽ രണ്ടാമത് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് ജനുവരി 30 മുതൽ പെരിങ്ങോട്ടുകര മാങ്ങാട്ടുപാടത്ത് തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ രണ്ടാമത് ഓൾ കേരള ടൂർണമെന്റാണ് ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ നടക്കുന്നത്. വാഗബോൺസിന്റെ രക്ഷാധികാരിയായിരുന്ന രാധേട്ടന്റെ സ്മരണാർത്ഥമാണ് രണ്ടാം വർഷവും ഈ ടൂർണമെന്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പെരിങ്ങോട്ടുകര കാനാടി ട്രസ്റ്റ് മങ്ങാട്ടുപാടത്ത് വെച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 16 പ്രമുഖ ക്രിക്കറ്റ് അക്കാദമികൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൗൺസിലർ സതീശൻ കെ ഉദ്ഘാടനം ചെയ്യും. VB മാൾ ചെയർമാൻ സൈജു കാനാടി മുഖ്യാതിഥിയാകും. 16 ടീമുകളെ ഗ്രൂപ്പുകളായി തിരിച്ചാണ് 4 മത്സരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 16-നാണ് ഫൈനൽ മത്സരം. വിജയികൾക്ക് രാധേട്ടൻ മെമ്മോറിയൽ ട്രോഫിയും 33,333 രൂപയും, രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിയും 22,222 രൂപയും നൽകും. ടൂർണമെന്റിലെ മികച്ച കളിക്കാരന് 5,000 രൂപ ക്യാഷ് പ്രൈസ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമിയും വൈറ്റ്ല ക്രിക്കറ്റ് അക്കാദമിയും തമ്മിലാണ് ആദ്യ മത്സരം. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ VS ശിവപ്രസാദ്, സെക്രട്ടറി AS മനോജ്, ജോയിന്റ് സെക്രട്ടറി ഷാജി കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CS രാജേഷ്, PA സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി പെരിങ്ങോട്ടുകര ഈ മാസം നാളെ മുതൽ ഫസ്റ്റ് ഗോകുലം സ്കൂളിൻ്റെ മുമ്പിലുള്ള മങ്ങാട്ടുപാടത്ത് വെച്ചിട്ട് രാധേട്ടൻ മെമ്മോറിയൽ രണ്ടാമത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുകയാണ്. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 3, 4, 5 എന്നീ തീയതികളിലായി ഉത്സവം ആഘോഷിക്കും. ഫെബ്രുവരി 3 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ചമയ പ്രദർശനവും തുടർന്ന് നൃത്തോത്സവവും നടത്തും. ഉത്സവ ദിവസമായ ഫെബ്രുവരി 4 രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ശ്രീഭൂതബലി എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് കേരളത്തിലെ തലയെടുപ്പുള്ള 9 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള എഴുന്നള്ളിപ്പ് നടത്തും. 150-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കും. തുടർന്ന് പൂക്കാവടി, ചെണ്ടുകാവടി, ശിങ്കാരിമേളം, തെയ്യം എന്നിവയും ഉണ്ടായിരിക്കും. വർണ്ണമഴയ്ക്ക് ശേഷം കേളി, തായമ്പകയും നടത്തും. ഫെബ്രുവരി 5 ബുധനാഴ്ച പുലർച്ചെ താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പും രാവിലെ 8 മണി മുതൽ പരമ്പരാഗതമായി നടത്തിവരാറുള്ള ദാരിയൻ, കാളി, മൂക്കൻ, ചാത്തൻ, കാളകളി എന്നിവയും ഉണ്ടായിരിക്കും. ഭാരവാഹികളായ പ്രസിഡന്റ് ഷിനോദ് കുട്ടൻപാറൻ, ജനറൽ സെക്രട്ടറി മോഹൻദാസ് ഇത്തിക്കാട്ട്, ജനറൽ കൺവീനർ പീതാംബരൻ കുറുക്കം പര്യ, ട്രഷറർ KB പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകും. നാട്ടിക ശ്രീ ആര്യഗിരി ഭഗവതി ക്ഷേത്രം മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് 7 ആനകളോടുകൂടി എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, തുടർന്ന് കൊച്ചിൻ പാണ്ഡവാസിൻ്റെ നാടൻപാട്ട്, തായമ്പക എന്നിവയും പുലർച്ചെ താലപ്പൊലിയോടുകൂടി എഴുന്നള്ളിപ്പ് നടന്നു. ഗുരുവായൂർ ഇന്ദ്രസൻ ദേവിയുടെ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളവും നടന്നു.
വലപ്പാട് തിരുപഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി വേലയ്ക്ക് കൊടിയേറി. ഒന്നാം ദിവസം രാവിലെ നട തുറക്കൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തുടർന്ന് പരമ്പരാവകാശികളായ കോറോട്ട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടന്നു. വൈകിട്ട് ദീപാരാധന, രാത്രി ശാസ്ത്രീയ നൃത്തങ്ങൾ എന്നിവ നടന്നു. രണ്ടാം ദിവസമായ ജനുവരി 30 രാത്രി 7-ന് ഭക്തിഗാനസുധ സംഘനൃത്തം, ജനുവരി 30-ന് വൈകിട്ട് തോൽപ്പാവക്കൂത്ത്, ഫെബ്രുവരി 1-ാം തീയതി വൈകിട്ട് ഓട്ടംതുള്ളൽ, 2-ാം തീയതി ചാക്യാർകൂത്ത്, ഫെബ്രുവരി 3-ാം തീയതി രാത്രി നൃത്തസന്ധ്യ, ഫെബ്രുവരി 4 അശ്വതി വേല ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് 3 ആനകളോടുകൂടി എഴുന്നള്ളിപ്പ്, രാത്രി കഥകളി, ഫെബ്രുവരി 5 ഭരണിവേല ദിവസം ദേശത്തെ പല സമുദായക്കാരുടെ വേല കയറ്റത്തോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. വലപ്പാട് രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം KSSPU ജില്ലാ കമ്മിറ്റി അംഗം MP ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MV രാധാകൃഷ്ണൻ അധ്യക്ഷനായി. KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മുഖ്യാതിഥിയായി. KSSPU തളിക്കുളം ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, യൂണിറ്റ് സെക്രട്ടറി NR പ്രകാശൻ, ട്രഷറർ ED ആശാലത, KK കമലാവതി, CK ഹുസൈൻ, KV ജെയിൻ, PV സുഷമ, MG സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 2025-26 വർഷത്തേക്കുള്ള 21 അംഗ പ്രവർത്തകർ സമിതിയെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി CK മധുവിനെയും സെക്രട്ടറിയായി MV രാധാകൃഷ്ണനെയും ട്രഷററായി ET ആശാലതയെയും യോഗം തെരഞ്ഞെടുത്തു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MK വത്സ, അജിത് കുമാർ വരണാധികാരിയായി. പ്രസിഡന്റ് അല്ലെങ്കിൽ കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കി മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെല്ലും, ധനകാര്യമന്ത്രിയുടെ അടുത്ത് ചെല്ലും, ചെന്നിട്ട് പറയും ഇനി ഞങ്ങൾക്ക് കാത്തുക്കാൻ പറ്റില്ല, ഞങ്ങളുടെ DA വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും. നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണ എന്തെങ്കിലും പരിപാടി നടത്തുക. അങ്ങനെ ഒരു ധാരണയൊക്കെ നടത്തി പിറ്റേ ദിവസം നമുക്ക് കിട്ടും, നമ്മളത് വാങ്ങും. അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ. അതിനുള്ള കാരണം ഈ സംഘടനയുടെ ശക്തിയാണ്. അന്ന് 92 നമ്മൾ ഒന്നായപ്പോൾ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന പെൻഷൻകാരാണ്. ഈ 5.5 ലക്ഷം വരുന്ന പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ആശ്രിതരും വിചാരിച്ചാൽ ഈ കൊച്ചു കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. ദേശീയപാത 66 കയ്പമംഗലം കാളമുറിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി വളവത്ത് വീട്ടിൽ സൂരജിനാണ് പരിക്കേറ്റത്. ഇയാളെ V1 ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തൃപ്രയാർ ഭാഗത്തു നിന്നും വന്നിരുന്ന കാറും പെരിഞ്ഞനം ഭാഗത്തു നിന്നും വന്നിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം പോലീസ് എത്തി വാഹനങ്ങൾ മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ കടലാമയുടെ ജഡം കരക്കടിഞ്ഞു. ബുധനാഴ്ച രാവിലെ മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് കമ്പനിക്കടവിന് 200 മീറ്ററോളം വടക്ക് ഭാഗത്ത് ജഡം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ബോട്ടിന്റെയോ മറ്റോ യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേറ്റ കടലാമ ചത്ത ശേഷം കരക്കടിഞ്ഞതാകാമെന്ന് കരുതുന്നു. കടപ്പുറത്ത് കാക്കകൾ കൊത്തിവലിക്കുന്ന നിലയിലാണ് ജഡം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചെറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850.
Manapuram Geeta Ravi Public School, the joy of learning. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തളിക്കുളം പഞ്ചായത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10ാം ഘട്ട സമരം നടത്തി. കറുത്ത തുണി കൊണ്ട് വായു മൂടിക്കെട്ടി മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടാണ് തളിക്കുളം സെന്റർ ബീച്ച് റോഡിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത്. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്ക അധ്യക്ഷത വഹിച്ച സമര പരിപാടി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. പണമുണ്ടായിട്ടും മഴ മാറിയിട്ടും എല്ലാ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും റോഡ് പണിയാൻ കാലതാമസമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിക്കണമെന്ന് PI ഷൗക്കത്ത് അലി പറഞ്ഞു. സമരത്തിൽ കോൺഗ്രസ് നേതാക്കളായ സുനിൽ ലാലു, ഗഫൂർ തളിക്കുളം, CV ഗിരി, PM അമറുദ്ദീൻ ഷാ, മുനീർ ഇടശ്ശേരി, CV വികാസ്, ഗീതാ വിനോദൻ, രമേശ് അയനിക്കാട്ട്, PK അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്തില് പണമുണ്ടായിട്ടും പണി നടത്താൻ കഴിവില്ലാത്ത ഒരു ഭരണസമിതി. കഴിഞ്ഞ ദിവസം CPM-കാരാണ് അത് കൂടുതൽ പറയുന്നത്. അത് ഞാൻ ആളുകളുടെ പേര് പറയുന്നത് ശരിയല്ല. ഈ തെക്കേ നമ്മുടെ പെട്ടിക്കട ഉണ്ടല്ലോ, ചായക്കടയിൽ വെച്ചിട്ടാണ് എന്നോട് പറയാണ് സ്വകാര്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ഞങ്ങൾ സ്വകാര്യമായിട്ട് പറയുന്നത് നിങ്ങൾ പരസ്യമായി ചെയ്യണം. ഈ ബ്ലോക്കിൽ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ഇടതുപക്ഷത്തിന്. അതിൽ ഏറ്റവും കഴിവുകെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് ഒരു പരിപാടി വെക്കണം. ഏറ്റവും കഴിവുകെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് ഭരണമല്ല പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ അവിടെ ആദ്യം പറഞ്ഞ പേര് നാട്ടികാല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെ പറഞ്ഞത്. പക്ഷെ അവിടെ 4 ആളുണ്ടായിരുന്നു, 3 ആളും പറഞ്ഞു തളിക്കുളം പഞ്ചായത്താണെന്ന്. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റാണ് നാട്ടിക ബ്ലോക്കിൽ ഏറ്റവും കഴിവുകെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് CPM പോലും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞതല്ല. അപ്പൊ 2ാം സ്ഥാനം എന്തായാലും നാട്ടികണ്ട്. നാട്ടിക കഴിവുകെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് താനത്തുക്കും അന്തിക്കാടും ഒക്കെ അങ്ങോട്ട് പോകുമ്പോ, പലപ്പാടൊക്കെ അങ്ങോട്ട് പോകുമ്പോ നല്ല മത്സരം നടക്കും. റേഷൻ വിതരണത്തിൽ പിണറായി സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിലും ജനങ്ങളെ അവഗണിക്കുന്നതിലും റേഷൻ കടകൾ കാലിയാക്കി ജനങ്ങളെ പട്ടിണിക്കിടുന്നതിലും പ്രതിഷേധിച്ച് താനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയുടെ മുൻപിൽ നടത്തിയ സായാഹ്ന ധർണ നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തറിയൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് KN വേണുഗോപാൽ, കോൺഗ്രസ് നേതാക്കളായ MP സജീവൻ, EM ബഷീർ, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. തകർത്ത ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അധികാരം കിട്ടിയപ്പോൾ അവർ നടപ്പിലാക്കിയ ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി അത് ജനങ്ങൾക്ക് ഭക്ഷ്യം അവകാശമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ആ അവകാശങ്ങളൊക്കെ പോയി. 1 മാസക്കാലമായി റേഷൻ കടകളിൽ ഒന്നും തന്നെ 1 മണി അരി പോലും ഇല്ലാത്ത അവസ്ഥയാണ് എല്ലാ റേഷൻ കടകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വന്യമൃഗശല്യം മൂലം കൃഷിയും ജീവനും നഷ്ടപ്പെടുന്നവർക്ക് സംരക്ഷണം നൽകാൻ സർക്കാരിൻ്റെ ഇടപെടൽ ഇല്ലെന്ന് ആരോപിച്ച് താനും മണ്ഡലം കർഷക കോൺഗ്രസ് പെരുങ്ങോട്ടുകര 4 സെന്ററിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധ സമരം നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തറിയൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP സജീവ് അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ, KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. കാട്ടുമൃഗ ശല്യത്തെക്കുറിച്ച്, അവരുടെ ജീവൻ പൊലിയുന്ന സംവിധാനങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ കാർഷിക പ്രദേശങ്ങളായിട്ടുള്ള കിഴക്കിളിക്കരയും ഈ പ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ തന്നെ കാട്ടിലുണ്ടായിരുന്ന കാട്ടുപന്നിയും മുള്ളംപന്നി തുടങ്ങിയുള്ള എല്ലാ തരം മൃഗങ്ങളും നമ്മുടെ നാട്ടിലും നമ്മുടെ കൃഷിയെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാശനഷ്ടങ്ങൾക്ക് നേരിടാൻ
ഈ സർക്കാരുകൾ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ സമ്മേളനം ചെമ്മാപ്പള്ളി സെന്ററിൽ നിന്ന് പ്രകടനത്തോടുകൂടി ആരംഭിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തെരാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി, ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, ഷക്കീല ലത്തീഫ്, ബീന ജയൻ, സജീദ് സന്തോഷ്, CA ജോയ്, ബിജിലി തമ്പി എന്നിവർ സംസാരിച്ചു. ആ പതാകനെ എന്തുകൊണ്ട് നമ്മൾ ബഹുമാനിച്ചു പോന്നു, അന്ന് തൊട്ട് വരെ ഈ നാൾ വരെ ഇന്ന് വരെ സംഘടനയെ പുലർത്താനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന കക്ഷികൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ വാസ്തവം. കാരണം ഇന്ത്യയിലത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1922 തൊഴിലാളി സംഘടന രൂപീകരിച്ചപ്പോൾ തൊഴിലാളി സംഘടന രൂപീകരിച്ച് ഏകദേശം 8-9 വർഷമായപ്പോഴേക്കും അതിനെ ചിഹ്ന ഭിന്നമായി പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കയ്യിലായി തൊഴിലാളി സംഘടനകൾ. അതേ രീതിയിൽ വരും എന്നാണ് ഇന്ന് കേരളത്തിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിചാരിച്ചിരുന്നത്. അതിനെല്ലാം തരണം ചെയ്ത് തയ്യൽ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഇന്നത്തെ AKTയുടെ നമ്മുടെ പതാകയുടെ മുന്നിൽ നമ്മുടെ 25ാം സമ്മേളനത്തിന് പതാക ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ സമ്മേളനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. വരുന്ന ആളുകളിൽ നമ്മുടെ സാധന പദ്ധതിക്ക് നമ്മൾ എത്ര രൂപ ഈ വർഷം കൊടുത്തത്? പുതിയങ്ങാടി സൗഹൃദ കൂട്ടായ്മയുടെ വാർഷിക ആഘോഷം നടത്തി. NH47 ടീമിന്റെ നേതൃത്വത്തിൽ നാസിക് ഡോൾ അവതരണമുണ്ടായി. കൂട്ടായ്മയുടെ ഫാമിലി മെമ്പർമാരും നാട്ടുകാരും ആഘോഷ പരിപാടിയിൽ പങ്കുചേർന്നു. ക്ലബ് പ്രസിഡന്റ് ഷിഹാബ് തളിക്കുളം, സെക്രട്ടറി സാബിർ, ഗിൽബീഷ്, ലിയാസ്, സുബ്രഹ്മണ്യൻ, അക്ബർ, ഷിയാസ്, നൌഷാദ്, കണ്ണൻ, യൂസഫ് കല്ലിപ്പറമ്പിൽ, രവി കിഴക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. ചിറക്കൽ താൽക്കാലിക പാലത്തിലൂടെ വ്യാഴാഴ്ച വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തിനോട് ചേർന്ന് പൈലിംഗ് പ്രവൃത്തികൾ നടക്കേണ്ടതിനാലും പഴയ പാലത്തിന്റെ കല്ലുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് താൽക്കാലിക പാലത്തിന് ബലപ്പെടുത്തുന്നതിനുമാണ് വ്യാഴാഴ്ച താൽക്കാലിക പാലത്തിലൂടെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം അധികൃതർ അറിയിച്ചു. ആംബുലൻസുകൾക്ക് താൽക്കാലിക പാലത്തിലൂടെ കടന്നുപോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA ലോഗോ പ്രകാശനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ MS സിദ്ദിഖ് അധ്യക്ഷനായി. സിവിൽ എക്സൈസ് ഓഫീസർ ദിൽഷാദ് ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ, MB മുബാറക്, കമറുൽ ഹഖ്, UY ഷമീർ, KB ബീന, അബ്ദുൽ അസീസ്, മെഹബൂബ്, രാജേഷ്, ഇല്യാസ്, നജീബ് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെയും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണവുമായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി E.T. ടൈസൺ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ആ അർത്ഥത്തിൽ 3 പേരുകളെ സംബന്ധിച്ച് ഇനിയും ഉള്ള വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിനുള്ള യോജിപ്പ് കൂടുതൽ ശക്തിയായി ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഈ 50ാം വാർഷികം അതിന്റെ ജൂബിലിയൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് അത്തരം കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഈ വ്യാപാരികൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അവർ കൊടുക്കുന്ന സഹായ പദ്ധതി നമ്മുടെ വ്യവസായ ഏകോപന സമിതി ചെയ്യുമ്പോൾ അത് വളരെ ഗൗരവപ്പെട്ടതിൽ വളരെ നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് കാണുന്നതിലും ഈ ഒരു സംഘടനയുടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 ലക്ഷം രൂപ ചെലവിട്ട് ജനറൽ SC വിഭാഗത്തിൽ 200 ഗുണഭോക്താക്കൾക്ക് 5 മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വീതമാണ് വിതരണം ചെയ്തത്. എടത്തിരുത്തി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഫാത്തിമ അഷ്റഫ് അധ്യക്ഷയായി. വെറ്റിനറി ഡോക്ടർ CB സോമു, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ VB പ്രേംലാൽ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
വാങ്ങാതെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവന മാർഗങ്ങൾ കണ്ടെത്തുക എന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഒരു വീട്ടിൽ 5 കോഴിക്കുഞ്ഞുങ്ങളെ കുട്ടിയെ കഴിഞ്ഞാൽ അവർക്ക് അത് വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കുന്നതല്ല, പുറത്തുനിന്നുള്ള മുട്ട വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിന് എപ്പോഴെങ്കിലും മുട്ട ഉണ്ടാവുക എന്ന രീതിയിൽ നമ്മുടെ നാട്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ട്, ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകളിലേക്ക്. ലഹരി, ഇന്റർനെറ്റ്, മൊബൈൽ തുടങ്ങിയ ആസക്തികളിൽ നിന്നും പുതുതലമുറയ്ക്ക് സംരക്ഷണ കവചമൊരുക്കാൻ കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം ആന്റി അഡിക്ഷൻ ഹബ്ബ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരാനന്തരം കുപ്രക്കളം സെന്ററിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 9:30 ബോധവൽക്കരണ ക്യാമ്പും തുടർന്ന് അഡിക്ഷൻ നേരിടുന്ന കുട്ടികൾക്കായി വൈകിട്ട് 4 വരെ നീണ്ടു നിൽക്കുന്ന കൗൺസിലിംഗ് ക്ലാസും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബുസ്താൻ പ്രതിനിധികളായ അഹമ്മദ് അനസ് മൗലവി, മുഹമ്മദ് അഫ്സൽ, സാലിഷ് വാടാനപ്പള്ളി, അബ്ദുൽ ഗഫൂർ, ഹാഫിസ് അമീൻ, അബ്ദുൽ ഭാരി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രവും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും നാട്ടിക തൃപ്പയാർ മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസർ കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് തൃപ്പയാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി ടി ഹരിദാസ് അധ്യക്ഷനായി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KR റീജ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജു സുരേന്ദ്രൻ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സെക്രട്ടറി അക്ഷയ് S കൃഷ്ണ, TNMA സെക്രട്ടറി സുരേഷ് ഇയാനി, യൂത്ത് വിംഗ് സെക്രട്ടറി മാനസ്, KHRA ആക്ടിംഗ് പ്രസിഡന്റ് അഷ്റഫ്, റഹ്മത്ത് ബാബു, മുനീം ജാവീദ്, ബഷീർ എന്നിവർ സംസാരിച്ചു.
അതിപ്പോൾ മീറ്റിംഗ് ഒന്നും കൂടണമെന്നില്ല. ആ ഷോപ്പിൽ നമ്മൾ വരുന്ന സമയത്ത് കാണുന്ന ജീവനക്കാരെ കൂടി നിർത്തി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നില്ലേ, വന്നതിപ്പോൾ തന്നെ നമ്മൾ ജീവനക്കാരോട് അവിടുത്തെ ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കും. അവർ ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഒരുപാട് കടകളിൽ മാറി മാറി ഞാൻ തന്നെ. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന NES കോളേജിന്റെ വാർഷിക സ്പോർട്സ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും താല്പര്യപ്പെട്ട ഒരു വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ സ്പോർട്സ് എന്ന് പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അങ്ങേയറ്റത്തുള്ള സന്തോഷത്തോടു കൂടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രായം എത്ര പ്രായം ചെന്നാലും സ്പോർട്സും ഗെയിംസിനോടുള്ള ഒരു താല്പര്യം, അതിനോട് താല്പര്യമുള്ളവർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. മരണം വരെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു ഭാഗമായിട്ട് സ്പോർട്സും ഗെയിംസും അതുപോലെ തന്നെ വരുന്ന മറ്റ് ഇനങ്ങൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ പ്രായത്തിൽ സ്റ്റേറ്റ് മീറ്റുകളിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങാനും പ്രൈസ് നേടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് സ്കൂൾ മീറ്റുകളിൽ. അത് കഴിഞ്ഞ് എല്ലാ ഗെയിംസുകളിലും പങ്കെടുക്കാൻ ജില്ലാ നിലവാരത്തിൽ വോളിബോൾ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും കബഡി ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ചെറുപ്രായത്തിൽ കളിക്കാനൊക്കെ അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ NC അനീജ അധ്യക്ഷയായി. ചടങ്ങിൽ കായിക അധ്യാപകൻ V ശശിധരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ MB ലതിമോൾ, അധ്യാപകരായ സ്മിത NR, സുഷമ, കണ്ണൻ രവീന്ദ്രൻ, സജിത, NV ദീപ, MB ശീതൾ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അന്തിക്കാട് പടിയം എടത്തിരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാ ദിന മഹോത്സവവും തുടങ്ങി. രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് വിദ്യാഗോപാല പൂജ നടന്നു. യജ്ഞാചാര്യ സുനന്ദ K കോലഴി, അത്ര ശ്ലീരിമന മുരളീധരൻ നമ്പൂതിരി എന്നിവർ വിദ്യാഗോപാല പൂജയ്ക്ക് നേതൃത്വം വഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തേടത്ത്, സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട്, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി, ഓഡിറ്റർ നിർമ്മലദാസ് ചക്കാമടത്തിൽ, മെമ്പർമാരായ തങ്കമണി പുറക്കോട്ട്, ഉണ്ണികൃഷ്ണൻ T തിരുനിലത്തിൽ, മണികണ്ഠൻ പുളിക്കന്തറ, തങ്കമണി കോക്കാന്തറ, വേണുഗോപാൽ മുമ്പുള്ളി, മേൽശാന്തി രാമകൃഷ്ണൻ എമ്പ്രാന്തിരി, കഴകം ജയദേവൻ ജയനിവാസ് എന്നിവർ നേതൃത്വം നൽകി. ഗണപതിയുടെ തല കണ്ടുണ്ടോ? വലിയ തലയും വലിയ ചെവിയും ചെറിയ കണ്ണവും. കുട്ടികളങ്ങനെയാണെന്ന് പറയുന്നത്. ഒരു പാഠം പഠിക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് ദൃഷ്ടി അതിലുറപ്പിക്കുക. ഇതിനാണ് ചെറിയ കണ്ണ്. വലിയ ചെവി പറഞ്ഞാൽ ക്ലാസ്സിൽ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുക. അങ്ങനെ കേട്ട് കേട്ട് നമ്മുടെ തല വലുതാവും. തല വലുതാവും പറഞ്ഞാൽ ആ വിവരം കൂടിക്കൂടി വരും. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, സർവജ്ഞത്വം പ്രസീദ മേ, സർവജ്ഞത്വം പ്രസീദ മേ, രമാരമണ വിശ്വേശ, രമാരമണ വിശ്വേശ, വിദ്യാമാശു പ്രയച്ഛ മേ, വിദ്യാമാശു പ്രയച്ഛ മേ. തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെൻറ് ഫ്രാൻസിസ് RCUP സ്കൂളിൽ അജൈവ മാലിന്യങ്ങളുടെ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും നടന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം TV വൈഷ്ണവ്, പ്രധാനാധ്യാപകൻ ഷാജി ജോർജ്, ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ VK വിദ്യ, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, സ്റ്റാഫ് പ്രതിനിധി ലിജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പോസ്റ്ററുകളും ചിത്രങ്ങളും അജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്ററുകളും നിർമ്മിച്ചുകൊണ്ടുള്ളൊരു എക്സിബിഷൻ പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നമ്മൾ നിരവധി ക്യാമ്പയിനുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് വാട്ടർ പ്യൂരിഫയറും എയർ കണ്ടീഷണറുകളും വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 5 അംഗനവാടികൾക്ക് AC-യും 10 അംഗനവാടികൾക്ക് വാട്ടർ പ്യൂരിഫയറും നൽകി. അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 3,35,000 രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു.
സുധീർ പട്ടാലി, പ്രില്ല സുധി, ജനപ്രതിനിധികളായ ഇ.പി. അജയ് ഘോഷ്, ബി.കെ. മണിലാൽ, മണി ഉണ്ണികൃഷ്ണൻ, സിജി സുരേഷ്, രശ്മി ഷിജോ, വൈശാഖ് വേണുഗോപാൽ, അനിത ത്രിദീപ് കുമാർ, ഫാത്തിമ സലീം, ICDS സൂപ്പർവൈസർ ജസീർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത അംഗനവാടി ഉൾപ്പെടെ 5 അംഗനവാടികളിൽ നമ്മൾ AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബ്ലോക്ക് ഷെയർ കൂടി ലഭ്യമായിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട 10 അംഗനവാടികൾക്കാണ് നൽകുന്നത്. ഇനിയും നമ്മളുടെ പുതിയ വാർഷിക പദ്ധതിയിൽ, ഭരണസമിതിയുടെ അവസാനത്തെ വാർഷിക പദ്ധതിയിൽ നമ്മൾ ഇനിയും മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള എല്ലാ അംഗനവാടികൾക്കും AC സൗകര്യങ്ങളും അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറും മറ്റ് സൗകര്യങ്ങളും ആവശ്യമുള്ള എല്ലാ അംഗനവാടികൾക്കും നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. അന്തിക്കാട് പഞ്ചായത്ത് വനിതാ കലോത്സവം മുറ്റിച്ചൂർ മൻഹൽ പാലസിൽ വെച്ച് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ വനിതാ കലോത്സവം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ICDSന്റെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ഉള്ള കലോത്സവങ്ങളാണ് വയോജനങ്ങളുടെ കലോത്സവമായാലും വനിതാ കലോത്സവം, ഭിന്നശേഷി കലോത്സവം. ഈ കലോത്സവങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മുന്നേ നടത്തണമെന്ന് വിചാരിച്ച് നമ്മൾ ഈ ജനുവരി മാസം തന്നെ നടത്താൻ തീരുമാനം ഉണ്ടായതാണ്. പിന്നെ നമ്മൾ സാധാരണ ആ അന്തിക്കാട് ഭാഗത്താണ് നടത്താറ്. അപ്പോൾ അവിടെ സെന്റിനറി ഹോള് ഒഴിവില്ല, അവിടെ സ്കൂളിൻ്റെ ക്ലാസ് പ്രവർത്തിക്കുന്ന കാരണം ഒഴിവില്ല. നമുക്കപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഹോളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR ഷെഫീർ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ്, ICDS സൂപ്പർവൈസർ KB വസുമതി, 9ാം വാർഡ് മെമ്പർ TP രഞ്ജിത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ലീന, മില്ല, മിനി ആൻഡോ, മിനി ചന്ദ്രൻ, പ്രദീപ് കുമാർ, അനിത ശശി എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബിലെ മുൻ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന സീനിയർ മെമ്പർ ഡോക്ടർ സതീഷ് ബാബുവിനെ തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. 84 വയസ്സിലേക്ക് കടക്കുന്ന സതീഷ് ബാബു ഡോക്ടറെയാണ് തൃപ്പയാർ ലയൺസ് ഹാളിൽ ആദരിച്ചത്. മുൻ ഇന്റർനാഷണൽ ഡയറക്ടറായിരുന്ന VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പഴയകാല ലയൺസ് ക്ലബ്ബ് സുഹൃത്തുക്കളും ഉപഹാരങ്ങളും നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി CR ഗണേഷ്, ഫസ്റ്റ് VDG ജയകൃഷ്ണൻ, സുഷമ നന്ദകുമാർ, ഏകലവ്യൻ, മുൻകാല ഡിസ്ട്രിക്ട് ഗവർണർമാർ എന്നിവർ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് വേറെ ഓർമ്മ കൂടി, എനിക്ക് 1982 അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് വലിയൊരു വീഴ്ച വരുന്നു. ചെറിയ വീഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ മുട്ടിട്ട് ആയിട്ട് നേരെ അദ്ദേഹത്തിന് വീട്ടുമില്ല, നേരെ ആളുകൾ പിടിച്ചുകൊണ്ട് നിർത്തിയത് അദ്ദേഹത്തിന് വീട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ചായ കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മകൾ, എത്ര പറഞ്ഞാലും സംസാരിക്കാത്ത ഓർമ്മകൾ ഇവിടെ ഓരോരുത്തർക്കും ഇതുപോലെ എന്റെ പോലെ തന്നെ ഓരോരുത്തർക്കും ഒരുപാട് ഓർമ്മിക്കും. അത് ഒരു അത്ര അതിശയോക്തി പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം ഏറ്റവും ജനകീയനായിട്ടുള്ള ഡോക്ടറായിരുന്നു.
ഒരിക്കലും പൈസ എന്നൊരു പ്രശ്നം അദ്ദേഹത്തിനായിട്ടുള്ള ചികിത്സയിൽ അത് എപ്പോഴും എല്ലാവർക്കും ചെയ്യുന്നത്. പിന്നെ ലയൺസിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നും നമ്മളിപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെ പോയാലും സുൽഫിയാർ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ ചോദിക്കുന്നത് ഡോക്ടർ സതീഷ് ബാബുവിൻ്റെ ക്ലബ്ബല്ലേ ഇപ്പോഴും എവിടെ പോയാലും. കാരണം ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു അതല്ല, ഡിസ്ട്രിക്ട് ഗവർണർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും പലരും മറക്കപ്പെടുന്ന ആളുകളാണ് അധികവും. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ അംഗൻവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വകയിരുത്തിയാണ് അംഗൻവാടി നിർമ്മിച്ചത്. നിർമ്മാണ ഉദ്ഘാടനം മണലൂർ MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുലേഖ ജമാലു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത്ത് എന്നിവർ സംസാരിച്ചു. 5 വയസ്സ് വരെയുള്ള കാലഘട്ടം, തീർച്ചയായും ആ കാലഘട്ടത്തിൽ എത്തിപ്പെടുന്നവരെ വളരെ ഗൗരവപൂർവ്വം പരിപാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ആ കടമ ഏറ്റെടുത്തുകൊണ്ടാണ് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും നമ്മൾ അംഗൻവാടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോഴാണ് ഒരു വാർഡിൽ 9-ാം വാർഡിൽ അംഗൻവാടി പ്രവർത്തനം ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. 2 വാർഡും കൂടി ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. കുട്ടികളുടെ ബുദ്ധിവികാസത്തിൽ അവരെ ശരിയായ രൂപത്തിൽ, ശാസ്ത്രീയമായ രൂപത്തിൽ അവരുടെ ബുദ്ധിവികാസം ഉണ്ടാക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠനമാണ് നമ്മൾ അംഗനവാടികളിൽ നടത്തുന്നത്. മുൻകാലങ്ങളിൽ അംഗനവാടികൾ പലതും സ്വന്തമായി കെട്ടിടങ്ങളില്ലാതെ വാടക കെട്ടിടത്തിൽ വളരെ അപകടകരമായ സ്ഥിതിയിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് അംഗനവാടികളുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റം വന്നു. ഇവിടെ എല്ലാ അംഗനവാടികളിലും ചാഴൂർ വൃദ്ധജന സമിതിയുടെ 17-ാം വാർഷികാഘോഷവും കുടുംബസംഗമവും വ്യാഴാഴ്ച നടക്കും. വയോജന സമിതി കെട്ടിട പരിസരത്ത് രാവിലെ 10-ന് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2-ന് വാർഷികാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. സോവനീർ പ്രകാശനം, കലാപരിപാടികൾ, തിരുവാതിരക്കളി എന്നിവയുണ്ടാകും. 60 വയസ്സിന് മുകളിലുള്ളവരാണ് അംഗങ്ങൾ. 17 അംഗ കമ്മിറ്റിയാണ് നേതൃത്വം വഹിക്കുന്നത്. 2 വർഷമായി പകൽ വീടും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ ക്രിക്കറ്റ് ടൂർണമെന്റിന് വ്യാഴാഴ്ച തുടക്കമാകും. വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിന് കൊടിയേറി. തളിക്കുളത്തെ റോഡ് തകർച്ചയ്ക്കെതിരെ കോൺഗ്രസ് മായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.